വീരാതി വീരൻ വില്ലാതി വില്ലൻ കേരളപുരം വാഴുന്ന മഹാരാജൻ എഴുന്നള്ളുന്നേ. ஆடிவா பாடிவா ஆனழகை தேடிவா பேரின்பம் காணலாம் வா. ஆடிவா பாடிவா ஆனழகை தேடிவா பேரின்பம் காணலாம் வா. கண்ணிலே மீனடி நெஞ்சிலே தேனடி, கண்ணிலே மீனடி நெஞ்சிலே தேனடி, கோமகன் நானடி தாமதம் ஏனடி சொர்க்கத்தை தேடிவாடி. ஆடிவா பாடிவா ஆனழகை தேடிவா பேரின்பம் காணலாம் வா. മഹാരാജാവ് വിജയിക്കട്ടെ, മഹാരാജാവ് വിജയിക്കട്ടെ. മിണ്ടാതിരിയടേ, നാട്ടുകാർ വിചാരിക്കും നാം ഇപ്രാവശ്യവും SSLC എഴുതി തോറ്റെന്ന്. മാറ്റി വിളിക്ക്. ശരി, മഹാരാജാവിന് പൂച്ചണ്ട്, മഹാരാജാവിന് പൂച്ചണ്ട്. എടാ വൃത്തികെട്ടവനെ, മഹാരാജാവിന് പൂച്ചയുണ്ട് പൂച്ചയുണ്ട് എന്ന് വിളിക്കാതെ മഹാരാജാവിന് വല്ല കടുവയുണ്ടെന്നോ പുലി ഉണ്ടെന്നോ വിളിക്ക്. മഹാരാജാവ് വന്നാട്ടെ. നിന്നാട്ടെ. ശരി, നിന്നാട്ട. മതിയോ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിന്നോ? ശരി, ആട്ടൽ നാം നിർത്തി. ആരവിടെ? പെരുമ്പറ മുഴങ്ങട്ടെ. നിങ്ങളുടെ കൈ എന്തോന്ന് കുരുവാ? വേണമെങ്കിൽ എടുത്ത് അടിയുവോ അങ്ങോട്ട്? ഇന്നും നാം തന്നെ അടിക്കണം. രാജൻ, ഞാനിന്ന് അമ്പലത്തിൽ പോയി. ഇതാ പ്രസാദം. ആർക്കാ? അവിടത്തേക്ക്. എവിടെ തേക്കാൻ? ഇവിടെ അങ്ങനെ തേക്കാൻ പറ്റൂല. ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? അതല്ല, അങ്ങേക്ക്. എങ്ങേക്ക്? അവിടുന്ന്. എവിടെന്ന്? അങ്ങയോട്. ശരി. എന്താ ഓടിയത്? മതിയോ? ഞാനിവിടെ വന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ലേ. ഞാൻ എന്റെ ഉയിര് കൊണ്ട് പോണേ. ആരവിടെ? ഞാനാണ് രാജൻ. നീയാണോ രാജൻ? അപ്പൊ ഞാൻ എന്തരടാ ഇവിടത്തെ പിച്ചക്കാരനാ? അയ്യോ, അതല്ല രാജൻ. ഏതല്ല രാജൻ? അങ്ങനല്ല രാജൻ. പിന്നെ എങ്ങനെയാണ് രാജൻ? നിനക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പിന്നെ പറയുന്ന മര്യാദയ്ക്ക് കേൾക്കാമോ? കേക്കാടെ, നാം ഒരു രാജാവല്ലേടെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിർത്താ. നീ കൂടെ അങ്ങനെ നില്ല. ശരി, പേടിപ്പിക്കാതെ കാര്യം പറ. അയൽ രാജ്യത്തെ രാജപ്പൻ രാജാവ് നമ്മെ ആക്രമിക്കാൻ വരുന്നെന്ന്. അവൻ എന്തരടെ ആക്രി പറക്കം തുടങ്ങിയ? അതല്ലുവാ, യുദ്ധത്തിന് വരുന്നെന്ന്. യുദ്ധമോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? അമ്മ വഴക്ക് പറയും, നാളെ വരാൻ പറ. രാജാവ് ഇങ്ങനെ പേടിച്ചാലോ? പേടിയോ? നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മെ പോലൊരു ധൈര്യശാലി വേറെ ഇല്ല. അവനെങ്ങാനും എന്റെ കയ്യിൽ വന്ന് കയറിയാലുണ്ടല്ലോ, ചവിട്ടിതാ ഇതുപോലെ കൊന്നുകളയുന്ന. രാജാവ് നീ ആരാ? ഞാൻ അയൽ രാജ്യത്താ പടൈ സുഗുണൻ. പടനോ? മന്ത്രി ഓടിക്കോ, മന്ത്രി ഓടിക്കോ. ചുണയുണ്ട യുദ്ധത്തിന് വാടാ. മന്ത്രി താൻ ചെല്ല്. ചെല്ലടോ മന്ത്രി, ചെല്ല്. നിങ്ങൾ എന്നെ വിളിക്കുന്ന അങ്ങോട്ട് ചെല്ല്. എനിക്ക് അടികൊണ്ട് ചാവമയ്യ, നീ അങ്ങോട്ട് ചെന്നാണേ. അങ്ങോട്ട് ചെല്ലുവാ. അങ്ങോട്ട് അവ അടിക്കോന്നേ. തള്ളല്ലേ തള്ളല്ലേ. അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ വാടാഞ്ഞാട്ട്. രാജാവേ, അവ വെല്ലു വിളിക്കുന്നു, ചെല്ല്. ഇല്ല, നാം കവർ പാല് കുടിച്ചാ വളർന്നത്. അയ്യേ, നോക്കി നിൽക്കാതെ ചെന്ന് യുദ്ധ. അല്ല പിന്നെ ദേഷ്യം വരൂലേ? എത്രയെന്ന് പറഞ്ഞാ നാം ക്ഷമിക്കുന്നത്? പിന്നെ അവന്റെ കയ്യിൽ നിന്ന് അടിമൊത്തം മേടിച്ചു കൂട്ടിയിട്ട് പാചകം അടിക്കാതെ രാജൻ. മന്ത്രി, നമ്മുടെ മനസ്സൊന്ന് തണുപ്പിക്കുവാൻ കൊട്ടാരം നർത്തകിമാരോട് വന്ന് അഴിഞ്ഞാടാൻ പറയൂ. അയ്യോ, കൊട്ടാരം നർത്തകിമാരെല്ലാം പിണങ്ങിപ്പോയി. അതെന്താ കാരണം? അങ്ങയുടെ വലിയ കാരണം. നാം സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് കൊട്ടാരം നർത്തകിമാർക്ക് എന്താ ശല്യം? സിഗരറ്റ് വലിയല്ല, പിന്നെ അവരുടെ കയ്യിലും കാലിലും പിടിച്ചിട്ട് വലിക്കുന്ന വലിയ ആ വലി. ഇനിയിപ്പോ നാം എന്ത് ചെയ്യും? രാജൻ, രാജൻ, എന്താണ് കിടന്ന് വിളിച്ചു കൂവുന്നത്? രാജൻ, രാവിലെ മുതൽ കൊട്ടാരത്തിന് പുറത്ത് ഒരാൾ വന്ന് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ചോദിച്ചിട്ട് ഒരക്ഷരവും മിണ്ടുന്നില്ല. അതേതക്ഷരമാണ്? അയ്യോ, അതല്ല, ഒന്നും പറയുന്നില്ലെന്ന്. എന്താ? ഉടൻ തന്നെ അയാളെ നമ്മുടെ മുമ്പിലിട്ട് കത്തിക്കൂ. എന്തോന്ന്? അല്ല, എത്തിക്കാൻ. ശരി രാജൻ. താൻ എന്തിനാണോ രാവിലെ മുതൽ കൊട്ടാരത്തിന് മുന്നിൽ വന്ന് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്? പിന്നെ രാജൻ, ഇന്നലെ അങ്ങയുടെ ഭടന്മാരെന്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിന്? രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി കരം കെട്ടണമെന്ന് താക്കീതും തന്നു. അതുകൊണ്ടാണ് രാജൻ ഞാൻ രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി എന്റെ ഈ കരവും കെട്ടി നോക്കി നിന്നത്. സമയം കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ആരവിടെ? ഈ വിവരദോഷിയെ പിടിച്ച് പുറത്താക്കൂ. രാജൻ, കൊട്ടാരത്തിൽ പുതിയതായി ചാർജ് എടുത്ത തോഴി വരുന്നുണ്ട്. ഇതല്ലേ ഇന്ദ്രാപുരം, തപ്പുകൊട്ടി താളമിട്ട് ആഹാജന. കണ്ടേ അഴകാപുരം, കണ്ടേ ആശാപുരം.
എന്തൊരു സൗന്ദര്യം. ആ മന്ത്രി, താനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല കേട്ടോ. അതെന്താ രാജൻ? സംഗതി പാൽപായസമാണെങ്കിലും അളിയ പട്ടി നക്കിയ തീർന്നില്ലേ കേസ്. ആ കേറിപ്പോ. ശരി. ഹായ് രാജൻ. നാം ഹായ് രാജനല്ല, നാം WY ബാബുരാജൻ. രാജൻ, എന്റെ ചേച്ചി പ്രസവിച്ചു. ലഡുവാ. കാലം പോകുന്ന പോക്കെ. പണ്ടൊക്കെ പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങളെ ആയിരുന്നു പ്രസവിക്കുന്നത്. ഇപ്പൊ ലഡുവിനെ വരെ പ്രസവിച്ചു തുടങ്ങി. അടുത്തിന് ജിലേബിയും അലുവയൊക്കെ ആയിരിക്കും. നമ്മുടെ കൊട്ടാരത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് പിടിച്ചു. ആ വൃത്തികെട്ടവൻ നിന്നെ കയറി പിടിച്ച. ഇതാണ് ഇവന്റെ കുഴപ്പം. യവനെ നാം അടിച്ചു കൊല്ലുന്നുണ്ട്. അയ്യോ, ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥ എന്ന അർത്ഥം. ആണോ? ഇതാണ് പള്ളിക്കുടുത്തി പോവാത്തതിന്റെ അവസ്ഥ. ആട്ടെ, അങ്ങേക്ക് സ്പോർട്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നോ? നമുക്ക് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഷുഗർ ഉള്ളത് കൊണ്ട് ബേക്കറി ഒന്നും കഴിക്കരുതെന്ന ഡോക്ടർമാർ പറയുന്നത്. ആട്ടെ, തോഴിക്ക് കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. സോറി, അതിവിടെ ഇല്ല. വേണമെങ്കിൽ വീഞ്ഞെടുക്കാം. ആരവിടെ? വീഞ്ഞു കൊണ്ടുവരോ? എന്തോന്നടേ? വീഞ്ഞു കൊണ്ടുവരോ? അവൻ വീഞ്ഞ കൂച്ചു. കഞ്ഞിവെള്ളം വേണോടാ? വേണമെങ്കിൽ എടുത്ത് കുടിച്ചോണ്ട് പോടാ, മാറിയായിരിക്കാം. നീ പോ. നിന്റെ അടുത്ത് ഞാൻ ഒന്നും ചോദിച്ചില്ല. നീ എന്നെ അടിക്കണ്ട പോ. അവന്റെ ഒരു വീഞ്ഞ്. കൊച്ചു പിള്ളേര് തമാശക്ക് പറഞ്ഞത്. എന്താടാ? അല്ലടാ, ഞാൻ ഇവിടെ എവളടുത്ത് തമാശ എന്ന്. നീ പൊക്കോ. അയ്യോ രാജൻ, അങ്ങ് ഇത്രയും അടുത്തു നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കുളിര് കോരുന്നു. നേരാണോ തോഴി? പിന്നെ തുപ്പല് തെറിച്ചാൽ പിന്നെ ആർക്കാ കുളിര് കോരാത്തത്? അങ്ങോട്ട് മാറി നിൽക്ക്. തോഴി, നിന്നെ കണ്ട മാത്രയിൽ തന്നെ നമുക്ക് വളരെ അങ്ങ് ഇഷ്ടമായി. ഈശ്വര, കാര്യങ്ങൾ കൈവിട്ട് പോയെന്നാ തോന്നുന്ന. സ്നേഹപ്പൂവായ എന്നിൽ നീയോമലേ പൊന്നാമ്പലേ. ഓടി വന്നെന്നുള്ളിൽ കൈകോർക്കവേ ആനന്ദ ചന്ദ്രോത്സവം. നീലവർണ്ണം ചൂടി നീയാടവേ ഒരു നാളും കാണാ പൂക്കാലം. ലക്ഷ്മി ബാബ നീയൻ സൗഭാഗ്യം. ബാബാ ലക്ഷ്മി ബാബ നീയൻ സംഗീതം. മരതകമേട്ടിൽ മഞ്ജുളമേട്ടിൽ കൂടെ നീ ബാബാ. പെണ്ണെ മധുര നിലാവിൽ മാറി ചേരകെ നീ ബാബാ. രാജൻ, പരാതി പറയാൻ ഒരാൾ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. ശരി, വരാൻ പറയൂ. ഉത്തരവ്. എന്താ വന്നത്? പരാതി പറയും. പരാതി. പരാതി 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 4 പരാതി. ഓട്ടാളിയാ? ഹലോ, ആരാ? രാജാവുണ്ടോ? മണി 12 ആയതല്ലേ ഉള്ളൂ. 1 മണിയാകാതെ എങ്ങനെയാണേ ഉണ്ണുന്നത്? അയ്യോ, ഞാൻ രാജഗുരുവാണ്. താൻ എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാൻ അങ്ങയുടെ മുറിയുടെ പുറത്തു നിന്നാ വിളിക്കുന്നത്. അവിടെ നിന്ന് കറങ്ങാതെ ഇങ്ങോട്ട് പാടേ. ഓ ശരി. കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ മഹാരാജൻ എന്റെ പ്രമാണം. ഗുരുവിനെന്റെ ആധാരം. വച്ചര നമുക്ക് ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാം. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. ഇദ്ദേഹത്തിനെ പറ്റി പറയുവാൻ ഒരുപാടുണ്ട്. രാജൻ, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? കള്ളം പറയുന്നത് എന്റെ ശീലമാണ്. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. മാത്രവുമല്ല, ഇദ്ദേഹം എന്റെ വഴികാട്ടിയാണ്. അതെ. വഴികാട്ടിയോ? അതെ. രാത്രിയിൽ ഷാപ്പിൽ നിന്നും എന്നും ഇദ്ദേഹത്തിന്റെ ടോർച്ചിന്റെ വെട്ടത്തിലാണ് നാം കൊട്ടാരത്തിലേക്ക് വരുന്നത്. രാജൻ, റാണി അങ്ങയെ തുണി അലക്കാൻ വിളിക്കുന്നു. എന്ത്? രാജാവായ നമ്മെ തുണി അലക്കുവാൻ വിളിക്കുന്നു? അസംഭവ്യം തന്നെ ഗുരുദേവ, അസംഭവ്യം. അതെ. ചിലപ്പോ അരിയാട്ടാനായിരിക്കും. ഞാൻ പോയി ആട്ടി കൊടുത്തിട്ട് വരുന്നു. ചിലപ്പോൾ ഇനി തേങ്ങ തിരുവാനും കാണുമോ എന്തോ. പോയിട്ട് വരട്ടെ തോഴി. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും വേഴാമ്പലായി കേഴുന്നു ഞാൻ വേഴാമ്പലായി. എന്താ ഭഗവതിയുടെ പേര്? ഭഗവതിയോ? അല്ല, ഭഗവതിയുടെ പേര് പെട്രീഷ്യ. പെട്ടിയാട്ടോറിഷ്യ? അല്ല, പെട്രീഷ്യ. അങ്ങനെ. അങ്ങേക്കെന്റെ കവളിലെ നുണക്കുഴി ഇഷ്ടമായോ? നിങ്ങളുടെ നാട്ടിൽ കവളൊട്ടിയെ നുണക്കുഴി എന്നാണാടി പറയണത്. എന്നെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ എനിക്കാ ഫസ്റ്റ്. എന്ത്, നീ ഒറ്റയ്ക്കാണോ മത്സരിച്ചത്? ഗുരുവിനെ കണ്ടിട്ട് ധൈര്യശാലിയാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, എന്റെ അപ്പൂപ്പനും വലിയൊരു ധൈര്യശാലിയായിരുന്നു. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ആളിപ്പോൾ എവിടെയാ? കഴിഞ്ഞ ക്രിസ്മസിന് പിള്ളേർ പടക്കം പൊട്ടിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയി.
ആ. ഗുരു ഈ കൊട്ടാരത്തിൽ വന്നിട്ട് എത്ര കാലമായി? കൂട്ടി പറയാം. 1 4 4 24 8. അയ്യോ അതല്ല, മാസക്കണക്ക് പറ. അത് പറയണ്ടേ? ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ. അപ്പം മാർച്ചില്ലേ? അയ്യോ ഇല്ല, ആകെ ഉണ്ടായിരുന്ന മാർച്ച് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. എന്ത് പോണാ? നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ട് രാജാവ് വന്നാൽ കൊന്നുകളയും. ആര്? രാജാവിനെയോ? അല്ല, അങ്ങേര് നമ്മളെ കൊന്നുകളയും. എന്റെ തോഴി ഗുരു. ഗുരു തോഴി. கருப்பான கையாலே என்ன புடிச்சா காதல் ஏன் காதல் பூ பூக்குதம்மா கருப்பான கையாலே என்ன புடிச்சா காதல் ஏன் காதல் பூ பூக்குதம்மா மனசுக்குள்ள பேய் புடிச்சு ஆட்டுதம்மா பகல் கனவு கண்டதெல்லாம் பலிக்குதம்மா அவன் மீச முடிய செஞ்சுக்குவே மோதிரமா சிவப்பாக இருக்காளே கோவப்பழமா கலரு இந்த கலரு என்னை இழுக்குதம்மா அருக புல்லு ஆட்டை இப்போ மேகிதம்மா பார்வையால ஆயுள் ரேக தேகிதம்மா இவ காதல் இப்போ ஜோலியத்தான் காட்டுதம்மா கருப்பான கையாலே என்ன புடிச்சா காதல் ஏன் காதல் பூ பூக்குதம்மா பூக்குதம்மா தனநானனனா தனநானனனா അയ്യോ ഗുരു, രാജൻ വരുന്നു, ഒളിക്കാം. ഒളിക്കുന്നത് ഭീരുക്കളാണ്. പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാം. വാ. മഹാരാജൻ, വിദൂഷകൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. മുഖം കാണിക്കാൻ നാമെന്താ ബാർബറാണോ? അയ്യോ അതല്ല, അങ്ങേ ആശംസകൾ കൊണ്ട് മൂടാനാ വിദൂഷകൻ വന്നിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ആ മഹാനായ വിദൂഷകനോട് ആഗതകരാകാതെ പറ. എന്താണ്? എടാ ഇങ്ങോട്ട് വരാൻ പറയണേ. അങ്ങനെ ആ മഹാരാജൻ നീണാൽ വാഴട്ടെ. ആ വാഴട്ടെ വാഴട്ടെ. മഹാരാജനെ കാണാൻ സൽമാൻ ഖാനെ പോലുണ്ട്. ആരവിടെ? ഇവന് 100 പൊൻപണം കൊടുക്കൂ. മഹാരാജൻ, അങ്ങയുടെ കീർത്തി നാടൊട്ടുക്കും പരന്നിരിക്കുകയാണ്. ആണോ? ആരവിടെ? 200 പൊൻപണം കൂടി കൊടുക്കൂ. ഈരേഴ് 14 ലോകത്തിലും അങ്ങ് കീർത്തിമാനാണ്. സബാഷ് സബാഷ്. ആരവിടെ? ഇവനെ 300 പൊൻപണം കൂടി കൊടുക്കൂ. ശത്രുരാജ്യങ്ങൾ അങ്ങയുടെ പേര് കേട്ടാൽ കിടുകിടാ വിറയ്ക്കും. ബാലേബേഷ്, അങ്ങനെ വേണം. ആരവിടെ? ഇവന് 500 പൊൻപണം കൂടി കൊടുക്കൂ. രാജൻ, അങ്ങ് ഇന്ദ്രനെക്കാളും കേമനാണ്. ഇനി ഒന്നും നോക്കാനില്ല. ഇവന് 1000 പൊൻപണം കൊടുക്കൂ. എന്താ, സന്തോഷമായില്ലേ? ആയി രാജൻ. ആ ശരി, എങ്കിൽ പൊക്കോളൂ. അപ്പോൾ പൊൻപണം? നീ ഓരോന്ന് പറഞ്ഞ് എന്നെ അങ്ങ് സുഖിപ്പിച്ചു. തിരിച്ച് നാം എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒന്ന് സുഖിപ്പിക്കണ്ടേ? അത്രേ ഉള്ളേ.